ഹായ് ഹലോ, മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ അച്ചാറാണ്. അപ്പോൾ 1.5 കിലോ ചെമ്മീൻ ഞാനിവിടെ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാരിനേഷന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 2 മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ചെമ്മീനിലേക്ക് മസാലകളെല്ലാം പിടിച്ചു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ 2 മണിക്കൂറോളം ആയിട്ടോ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലെണ്ണ ആയതുകൊണ്ട് തന്നെ അത് പതഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം നമുക്ക്. അപ്പോൾ മറ്റൊരു പാനിലേക്ക് ഞാൻ അതേ നല്ലെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി ചെമ്മീൻ വറുത്തെടുത്ത എണ്ണയും കൂടി ഉണ്ട്. ചെമ്മീൻ കൂടുതലുള്ളതുകൊണ്ട് ഞാൻ 2 ബാച്ചായിട്ടാണ് വറുത്തത്. അപ്പോൾ അത് വറുത്ത എണ്ണ ബാലൻസ് ഉണ്ടായിരുന്നു, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നവരെ ഇളക്കി കൊടുക്കാം. അത് നന്നായിട്ട് മൂത്ത് വരട്ടെ. അപ്പോൾ നമുക്ക് മറ്റൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള കായം നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. കായം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉലുവയും കൂടി വറുത്തെടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മൂത്ത് വന്നവരെ ഇളക്കി കൊടുത്ത് അതും മൂത്ത് വന്നപ്പോൾ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പൊടിച്ചെടുക്കാം. ആ നേരത്തെ നമ്മൾ പാനിലിട്ടേക്കുന്ന വെളുത്തുള്ളി നന്നായിട്ട് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി, പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കറിവേപ്പിലയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് മൂത്ത് വരട്ടെ കേട്ടോ. അതുവരെ നമുക്ക് ഇളക്കി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കളർ കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെമ്മീൻ ഞാൻ ചേർത്ത് കൊടുക്കുകയാണേ. 1.5 കിലോ ചെമ്മീനാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെമ്മീൻ നന്നായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം പൊടിച്ച് വെച്ചിരിക്കുന്ന കായവും ഉലുവയും കൂടി അതും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് ഞാൻ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്, വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിലേക്ക് 1/4 ഗ്ലാസോളം വിനീഗറും ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇവിടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറായിരുന്നേ. അപ്പോൾ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.